ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത്. ലൈവിൽ യമുന മടിയിൽ കിടത്തിയും അടുത്തിരുത്തിയൊക്കെ ജാസ്മിനെ പല കാര്യങ്ങൾ ചോദിച്ചറിയാനും പല കാര്യങ്ങൾ ഉപദേശിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, മൂഡ് ഔട്ടൊന്നും വേണ്ട, അല്ലാതെ എനിക്ക് പുറത്തിറങ്ങിയ ഒരു വലിയ ജീവിതമുള്ള വലിയ കരിയറുള്ളതാണ് മോൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. ജാസ്മിനെ ഉപദേശിക്കുന്നുണ്ട്. സ്വന്തം വീട്ടിലെ അമ്മയും അച്ഛനും അല്ലാതെ അതിൻ്റെ അപ്പുറം എന്താ, ഇത് നമ്മുടെ വീടൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാണ് മറ്റുള്ള ആൾക്കാരോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വരുന്നതെന്നൊക്കെ ആ ജാസ്മിനെയൊക്കെ ഉപദേശിക്കുന്നുണ്ട്. അപ്പം ജാസ്മിൻ്റെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു ലോകം, ഈ ലോകത്തിൽ ഇവിടെ വന്നത് നമ്മുടെ വീടല്ല, ഇവിടെ നമുക്ക് നമ്മളോട് ഏറ്റവും അടുത്തിടപഴകിയത് ആരാണോ ഗബ്രി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ ആരുമില്ലാതായി. ഞാൻ ആരുടെയും അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും അവർ പെട്ടെന്ന് എൻ്റെ അടുത്തുനിന്ന് അങ്ങ് ഒഴിവാക്കി എന്നെ അവോയ്ഡ് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത്. അത് ഞാൻ ലൈവിൽ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഋഷി അഭിഷേകൊക്കെ സംസാരിക്കുമ്പം ജാസ്മിൻ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് ഇവർ അവിടെ നിന്ന് ഒഴിവായി പോകുന്നതുകൊണ്ട് ആ പെട്ടിയെടുക്കുന്ന ടാസ്ക് കഴിഞ്ഞ് സായി പോയി കഴിഞ്ഞപ്പോൾ ലൈവിൽ ഞാൻ കണ്ട ഒരു സീനാണ്. അഭിഷേകും ഋഷിയും കുറേ നേരം മാറിയിരുന്ന സംസാരമാണ്. ഒരു സംസാരത്തിനിടയ്ക്ക് ജാസ്മിൻ ചെന്നപ്പോഴത്തേനും ഇവർ പെട്ടെന്ന് അങ്ങ് മാറിപ്പോയിട്ട് ഇവർ പിന്നെ റൂമിൻ്റെ അകത്ത് കയറിയിരുന്ന് സംസാരിക്കുന്നു. ആ ജാസ്മിൻ കേൾക്കേണ്ടാത്ത വിഷയം ആയതുകൊണ്ടാവാം, എന്താണേലും അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ ജാസ്മിൻ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവസാനം ജാസ്മിനെ യമുന കാര്യമായിട്ടൊരു വാക്ക് പറഞ്ഞു. ഇതിങ്ങനെ എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, നീ തുടക്കം തൊട്ട് ഞങ്ങളെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാതെ നീ ഗബ്രിയായിട്ട് മാത്രം ഒതുങ്ങിയതുകൊണ്ട് വന്ന ഉടനെ അങ്ങനത്തെ ഒരു പണി ചെയ്തതുകൊണ്ട് മാത്രമാണ് നിനക്കതിവിടെ അനുഭവിക്കേണ്ടി വന്നത്. നീ ചെല്ലുമ്പോൾ ആൾക്കാർ അവോയ്ഡ് ചെയ്യുന്നു. തുടക്കം തൊട്ട് നീ ഗബ്രിയുടെ കൂടെ മാത്രം ഇരിക്കാതെ എല്ലാവരുമായിട്ട് ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് ഈ വിഷയം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള രീതിയിൽ യമുന ഉപദേശിക്കുന്നുണ്ട്. അതൊരു വളരെ വളരെ സത്യമായ കാര്യമാണ്. ഒരു 10-27 പേരുണ്ടായിരുന്ന ഒരു ബിഗ് ബോസ് എന്ന ഹൗസിൽ ഗബ്രിയിൽ മാത്രം ഒതുങ്ങാതെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോയിരുന്നെങ്കിൽ ഇത്രയും ഡൗൺ ആവില്ലായിരുന്നു. ഇതൊരു ഗെയിം ഷോയാണെന്ന് മനസ്സിലാക്കി, അല്ലാതെ ഇത് ജീവിതം വെച്ച് കളിക്കുന്ന ഒരു രീതിക്ക് കൊണ്ടുപോയി ജാസ്മിൻ കളയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഏതായാലും ഒന്നും തുറന്നു പറയരുത്, പുറത്തെ കാര്യം പറയരുത് എന്നും പറഞ്ഞ് 5 മിനിറ്റ് ഇടവിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതൊരു വല്ലാത്ത ടാസ്ക്കാണ്. പുറത്തുള്ള അറിയാനുള്ള ആകാംക്ഷ ഹൗസിലുള്ളവർക്കും പുറത്തുള്ള കാര്യം പറയാൻ ചെന്നവർക്കും വളരെ താല്പര്യമാണ്. ബിഗ് ബോസ് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പുറത്തുള്ള കാര്യം പറയില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.